ഡെങ്കിപ്പനിക്കെതിരെ ശക്തമായ മാർഗനിർദ്ദേശങ്ങളുമായി UAE. വൈറസ് വാഹകരായ കൊതുകുകൾ പടരാതിരിക്കാൻ മുൻകരുതലെടുക്കണം. വ്യാവസായിക, നിർമ്മാണ, പാർപ്പിട മേഖലകളിൽ കൊതുകുകളുടെ നിർമ്മാർജ്ജനത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിനായി അബുദാബി $1.5 മില്യൺ പ്രഖ്യാപിച്ചു. അബുദാബി ആസ്ഥാനമായുള്ള മുഹമ്മദ് ബിൻ സായിദ് സ്പൈസസ് കൺസർവേഷൻ എന്ന സംഘടനയാണ് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തത്. പരിസ്ഥിതിയെയും വന്യജീവികളെയും സംരക്ഷിക്കാൻ ഫണ്ട് വിനിയോഗിക്കാമെന്ന് സംഘടന വ്യക്തമാക്കി. വിദേശ നിക്ഷേപങ്ങൾക്ക് പ്രോത്സാഹനവുമായി ദുബായ്. 2033 വർഷത്തോടുകൂടി 650 ബില്യൺ ദിർഹമിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള പദ്ധതി രൂപരേഖ സർക്കാർ തയ്യാറാക്കി. ദുബായിൽ 2040ഓടെ മെട്രോ സ്റ്റേഷനുകൾ ഇരട്ടിയാകും. നഗരവികസനത്തിന്റെ ഭാഗമായി സ്റ്റേഷൻ നിർമ്മാണത്തിന് പദ്ധതി രൂപരേഖ എക്സിക്യൂട്ടീവ് കൌൺസിൽ തയ്യാറാക്കി. നിലവിൽ 55 മെട്രോ സ്റ്റേഷനുകളാണ് ദുബായിലുള്ളത്. ദുബായ് മാളിൽ ഇന്നു മുതൽ പെയ്ഡ് പാർക്കിംഗ് പ്രാബല്യത്തിൽ. ദുബായ് മാൾ പാർക്കിംഗ് ആക്സസ് ചെയ്യാനും ഉപയോഗിക്കാനും കാറുകൾക്ക് സാലിക് ടാഗ് ആവശ്യമാണ്. UAEയിൽ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്തുന്നത് കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമെന്ന് പബ്ലിക് പ്രോസിക്യൂഷന്റെ മുന്നറിയിപ്പ്. ഇത്തരം കേസുകളിൽ പ്രതിക്ക് 1 വർഷം തടവും 20,000 ദിർഹം മുതൽ പിഴയും ലഭിക്കും. രഹസ്യം ചോർത്തുന്നത് സർക്കാർ ജീവനക്കാരാണെങ്കിൽ 5 വർഷം വരെ തടവ് ലഭിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യാവസായിക മേഖലയിലെ ഭൂമി വാടക 90% വരെ വെട്ടിക്കുറച്ച് ഖത്തർ. ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുകയും സ്വകാര്യ മേഖലയുടെ പങ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് തീരുമാനത്തിന് ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ CPIM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. മേയറും കുടുംബവും നടുറോഡിൽ കാണിച്ചത് ഗുണ്ടായിസം. മേയറുടെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റം ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു.